കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയും പച്ചരിയും കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. അപ്പം നിങ്ങൾ ഇത് ഉച്ചക്കത്തേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ വേറെ കറിയൊന്നും ഇതിന് ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു മാങ്ങയാണ് എടുക്കുന്നത്. എനിക്കിപ്പോൾ ഇതുപോലത്തെ ഒരു മാങ്ങയാണ് കിട്ടിയത്. ഇതിപ്പോൾ അധികം മൂത്തിട്ടില്ലാത്ത മാങ്ങയാണ്. അത് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഈ ഒരു ചെറിയ മാങ്ങ മതി. അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഏറ്റവും ചെറിയ സൈസിലോ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള ഗ്രേറ്ററിലോ വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയായിരുന്നു. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള അരിയും കൂടെ ഞാൻ വേവിച്ച് വെച്ചതാണ്. പച്ചരിയാണ് എടുത്തിരുന്നത്, അതൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ചോറ് കുഴഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി അരിയിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 1/3 കപ്പോളം നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ആദ്യം വേണമെങ്കിലും ഇടാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായി കളർ മാറി തുടങ്ങുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണ്. നമ്മൾ മാംഗോ റൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ഉള്ളി ഒന്നും വഴറ്റേണ്ട ആവശ്യമേ ഇല്ല. കൂടുതലായിട്ടും ഈ കടല അങ്ങനത്തെ കൂട്ട ഐറ്റംസ് ആണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പച്ചമുളക് കൂടുതൽ ചേർക്കണമെന്നില്ല, നമ്മൾ ചെറിയൊരു എരിവ് മതി. കാരണം എരിവ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല നമ്മൾ വെറൈറ്റി റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇനി ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന കടലയുടെ അളവും അതുപോലെ ഉഴുന്ന് കടലപ്പരിപ്പ് ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പുളിയെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോറിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നിരുന്നാലും ഒരു കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് മതി, ചോറിനകത്തെ ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ മാങ്ങ ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല, മാങ്ങ ഇതിൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, അത്രയും കുറച്ച് സമയമാണ് ഞാനിത് വഴറ്റിയിട്ടുള്ളൂ. അപ്പം തന്നെ ഞാനിപ്പോൾ ഇതിൽ തീ ഓഫ് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറ് കുഴഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ ഇളക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അത് കുഴഞ്ഞു പോകും. അപ്പോൾ വേവ് കറക്റ്റായിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചൂടോടുകൂടി ചോറിട്ട് കൊടുത്താലും പെട്ടെന്ന് കുഴഞ്ഞു പോകും നമ്മൾ ഇളക്കുമ്പോൾ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ചോറിട്ട് കൊടുത്താലാണ് കുറച്ചും കൂടെ നന്നാവുക. അപ്പോൾ നമ്മുടെ മാംഗോ റൈസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വേറെ കറിയൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. പിന്നെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.